ഒരിടവേളയ്ക്ക് ശേഷം നടൻ ബാലയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നിരിക്കുകയാണ് മുൻ ജീവിത പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. ബാലയ്ക്കൊപ്പമുള്ള പ്രണയജീവിതം എലിസബത്തിന് നൽകിയത് വലിയ ട്രോമയും സഹിക്കാൻ കഴിയാത്ത മാനസിക വേദനകളുമാണ്. ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്കും എലിസബത്ത് വിധേയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ഏറെക്കാലത്തിന് ശേഷം പുലർച്ചെ 1:30 എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ മലയാളികളെ ഞെട്ടിച്ചിരിക്കുന്നത്. പഠനത്തിൻ്റെയും ജോലിയുടെയുമെല്ലാം ഭാഗമായി അഹമ്മദാബാദിലുള്ള എലിസബത്ത് ഡിപ്രഷനിലൂടെ കടന്നു പോകവെയാണ് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇന്നലെ രാത്രി എത്തിയത്. തുടർന്നാണ് മരിച്ചാലെങ്കിലും തനിക്ക് നീതി കിട്ടുമോ എന്ന ചോദ്യവുമായി എലിസബത്ത് ആശുപത്രി മുറിയിൽ നിന്നും വീഡിയോയുമായി എത്തിയത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന എലിസബത്തിന്റെ ആരോഗ്യനില തീർത്തും മോശാവസ്ഥയിലാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മൂക്കിലും മറ്റുമായി ട്യൂബ് ഇട്ടിരിക്കുന്ന എലിസബത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ഉയരവേ സ്വന്തം FB പേജിലൂടെ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും സമർപ്പിച്ച അപേക്ഷയിലൂടെ തനിക്ക് നീതി കിട്ടിയില്ല, തനിക്ക് നീതി വേണം എന്നാണ് എലിസബത്ത് വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഡിപ്രഷനിലാണ് താനെന്ന് പലവട്ടം വീഡിയോയിലൂടെ എലിസബത്ത് പറയുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കുമായിരിക്കും. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാണ്. അയാൾ എന്നെ വഞ്ചിച്ചു, മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ല. പരാതി സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കിട്ടിയില്ല. ഞാൻ ഈയൊരു അവസ്ഥയിൽ വീഡിയോ ഇടുന്നത് എൻ്റെ ജീവനിനി ഉണ്ടാകുമോ എന്ന് പോലും ഭയമുണ്ടെന്നും എലിസബത്ത് പറയുന്നു. ഇന്ന് പുലർച്ചെ 1:30 വീഡിയോ പങ്കുവച്ചുകൊണ്ട് എലിസബത്ത് എത്തിയത്. എന്നെ വിവാഹം ചെയ്തതും സ്റ്റേജ് ഷോ നടത്തി ആളുകളെയും മീഡിയക്കാരെയുമെല്ലാം വിളിച്ചുകൂട്ടിയതുമൊക്കെ എന്തിനാണ്? അതൊക്കെ ഇപ്പോൾ നടന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. മാനസികമായും ശാരീരികമായും ഞാൻ വളരെയധികം തളർന്നുപോയി. ഇങ്ങനെയൊരു അവസ്ഥയിൽ വീഡിയോ ഇടണമെന്ന് കരുതിയതേയല്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അയാൾ മാത്രമാകും ഉത്തരവാദി. മറ്റാരുമല്ല എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ. നിങ്ങൾ പറയൂ, ഭാര്യ എന്ന് വിളിച്ചതും ആ ചടങ്ങുകൾ നടത്തിയതും ചതിയായിരുന്നില്ലേ? എല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. ഭീഷണി നിറഞ്ഞ വീഡിയോയാണ് അയാൾ പുറത്തുവിട്ടത്. അതെന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആൾക്കാർക്ക് കാശ് മതിയല്ലോ. നീതിക്ക് വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എന്നാണ് എലിസബത്ത് വീഡിയോയിൽ വ്യക്തമല്ലെങ്കിലും പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.